ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആദരണീയനായ ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടു പോയിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു കൊളാബ് പോലെ ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു അതല്ല ശരി, നമ്മൾ തന്നെ 2 വാക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. ഒരു ജനകീയനായ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നേതാവായിരുന്നു. പാർട്ടി വെച്ചിട്ടൊന്നുമല്ല. അദ്ദേഹം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദ സാറുമായിരുന്നു. ഞാൻ അതിനിവിടെ പറയുമായിരുന്നു ചേട്ടനോട്, അവരുടെ ആ ഒരു ഐക്യം കണ്ടിട്ട് ഞാൻ പറയാം, അവർ പുരുഷനും കൊണ്ടിട്ടിയാണ്. കാരണം എനിക്ക് അവരെ രണ്ടുപേരും അങ്ങനെ കാരണം രണ്ടുപേരും എല്ലാ സ്റ്റേജിലും ഒരേപോലെ കാണും. ഞാൻ എപ്പോഴും എനിക്ക് അവരുടെ ആ ഒരു കോമ്പിനേഷൻ എന്ത് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഉമ്മൻചാണ്ടി സാറ് ഉടനെ തന്നെ നമ്മളെ വിട്ടു പോകുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. പിന്നെ എന്ത് ചെയ്യാം, ഓരോ അസുഖങ്ങൾ വരുന്നത് നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലേ. പിന്നെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയേ പറ്റത്തുള്ളൂ, വരുന്നില്ലെന്ന് പറയാനും പറ്റത്തില്ല. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണടച്ചുള്ള ആ സംസാരവും ഒരു ചെറു പുഞ്ചിരിയും ഓടി നടന്നുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യേക്കോ എല്ലാം എൻ്റെ മനസ്സിൽ ഒരുപാട് അട്രാക്ഷൻ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും. ഇനി കോൺഗ്രസ്സിൽ അങ്ങനൊരു നേതാവ് ഉണ്ടാവുമെങ്കിൽ അത് ചാണ്ടി ഉമ്മനായിരിക്കും. അല്ലാതൊരു നേതാവ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇന്ന് സംസ്ഥാനത്തുടനീളം അനുസ്മരണ യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ നമ്മൾ കൂടില്ലെങ്കിലും അവിടെ ഇല്ലെങ്കിലും എവിടെ ഇരുന്നാലും ആ യോഗത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതിനു വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന പുതുപ്പള്ളി ചർച്ചിൽ അവിടെ നോക്കുമ്പോൾ എന്തൊരു പ്രസരിപ്പാണ്. അവിടെ നിറയെ പേര് വന്ന് മെഴുകുതിരി കത്തിക്കുകയും അദ്ദേഹത്തിനെ ഒരുപാട് പേര് സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അത് അച്ഛനായിട്ടായിരിക്കാം, സഹോദരനായിട്ടായിരിക്കാം, ഒരു ഫാദറായിട്ടായിരിക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തെ ആരോ ആണ് നമുക്ക്, ഇല്ലേ? ഒരു രാഷ്ട്രീയക്കാരനല്ല, അല്ലാതെ ആരോ. അപ്പോൾ നിങ്ങളെല്ലാവരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കണം.